പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെയാണ് നന്മ പ്രാപിപ്പാൻ കഴിയുന്നത്? മാനുഷികമായി ചിന്തിച്ചാൽ കുറേ സമ്പത്തുകൾ നമ്മൾ സമ്പാദിക്കുക, കുറേ പണം സമ്പാദിച്ചാൽ അത് നമുക്ക് നിത്യമായി നിലനിൽക്കുന്ന ഒരനുഗ്രഹമാണോ എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് നാം ഒന്ന് ഓടിച്ചു നോക്കിയാൽ പെട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ, പെട്ടെന്ന് നന്മ പ്രാപിക്കുവാൻ അനേക കുറുക്കു വഴികൾ തേടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്ങനെയെങ്കിലും ഉയരണം, പെട്ടെന്ന് പണക്കാരനാകണം, പെട്ടെന്ന് നന്മ ലഭിക്കണം. ആ നിലയിൽ എത്രയും എളുപ്പമാർഗങ്ങളെ, കുറുക്കുവഴികളെ സ്വീകരിക്കുന്നതായി നാം കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ കുറുക്കുവഴികളെല്ലാം ചെന്നെത്തുന്നത് വലിയ അപകടത്തിലേക്കും വലിയ നാശത്തിലേക്കും വലിയ പാപത്തിൻ്റെ അഗാധ അടിത്തട്ടിലേക്കുമാണ്. എന്നാൽ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ 84-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അപ്പോൾ നന്മ യഥാർത്ഥമായി നമുക്ക് പ്രാപിക്കണമെങ്കിൽ നിലനിൽക്കുന്ന, വർദ്ധിച്ചു വരുന്ന, പടിപടിയായി ഉയർന്ന് പ്രാപിക്കുവാൻ കഴിയുന്ന നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നേരോടെ നടക്കണം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങിപ്പോകത്തില്ല. സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിചയാകുന്നു എന്നും കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 34-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, യഹോവയുടെ വിശുദ്ധന്മാരെ അവിടുത്തെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നേരായി ചിന്തിക്കുവാൻ, നേരായി നടക്കുവാൻ, നേരായി ഓടുവാൻ, നേരായി നിലനിൽക്കുവാൻ, നേരോടെ നിലനിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നന്മയും അനുഗ്രഹവും അതെന്നും നിലനിൽക്കുന്നത് മാത്രമല്ല, അത് ശാശ്വതമായിരിക്കും. അത് മേൽക്കുമേൽ ഉയർച്ചയിലേക്ക് വരുവാനിടയായിത്തീരും. നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവ വഴിയിൽ നടക്കുക, ദൈവികമായി ചിന്തിക്കുക, ദൈവത്തിന് ഹിതമുള്ളത് ചിന്തിക്കുക, ദൈവഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ സങ്കീർത്തനങ്ങളെ വായിക്കുന്നു, അവൻ ദൃഷ്ടി വെച്ച് നമുക്കാലോചന പറഞ്ഞു തരുന്നു, പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിൽ ദൈവാന്വേഷണയായി, ദൈവാലോചന പ്രകാരം, ദൈവശബ്ദപ്രകാരം നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മുടെ നേരായ യാത്രയിൽ ഒരു കാരണവശാലും നമുക്ക് ലഭിക്കേണ്ട, നാം പ്രാപിക്കേണ്ട ഒരനുഗ്രഹങ്ങളും മുടങ്ങിപ്പോകുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പ്രഭാതം, ഒരു പകലൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കട്ടെ. എനിക്ക് നേരോടെ ജീവിക്കുവാൻ, നേരോടെ നടക്കുവാൻ, നേരായി പ്രവർത്തിക്കുവാൻ ദൈവമേ നീ എന്നെ അനുവദിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.